പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് പൂച്ചാക്കൽ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷനും പതാക ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അമ്പലപ്പുഴ നിർവഹിച്ചു. അസംഘടിതരായ തൊഴിലാളികൾക്ക് വരെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ പ്രാദേശിക പത്രപ്രവർത്തകരെ അവഗണിക്കുകയാണ്. മറ്റുള്ള തൊഴിൽ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തകരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുകയാണ്. ഇതിന് മാറ്റം ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പൂച്ചാക്കൽ തേക്കേക്കരയിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് KM അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T ദേവരാജൻ സ്വാഗതവും സംഘടനാ റിപ്പോർട്ടർ ജില്ലാ കമ്മിറ്റി അംഗം K രാജേഷും അവതരിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പൂച്ചാക്കൽ തേക്കേക്കരയിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ജ്യൂസ് വിതരണവും നടത്തി. സോമൻ കൈറ്റാത്ത് പ്രസിഡന്റായും KM അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡന്റായും T ദേവരാജൻ സെക്രട്ടറിയായും അഷ്റഫ് പൂച്ചാക്കൽ ജോയിന്റ് സെക്രട്ടറിയായും ലോറൻസ് പെരിങ്ങലത്ത് ട്രഷററായും പുതിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. ഇവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഉടമകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ പല പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആശങ്ക ഇതിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളായി നിന്നു. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ പ്രാദേശിക മാധ്യമ രംഗത്ത് അതിൻ്റെ പ്രവർത്തകർക്ക് ഒരു സംഘടന ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിൽ അംഗീകരിച്ച പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനയല്ല, KWJ എന്നൊരു സംഘടനയാണ്. അപ്പം എല്ലാവരും അതിനാണ് കൂടുതൽ ഊന്നലും പ്രാധാന്യം കൊടുത്തു വന്നത്. എന്നാൽ കേരളത്തിൽ KJU എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അതിൻ്റെ സംഘടനാ ശക്തി വളർന്നു വന്നപ്പോൾ മാറി നിന്നവർക്ക് പോലും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ സംഘടനയുടെ വളർച്ച കണ്ടുകൊണ്ട്, അല്ലെ ഈ സംഘടനയോടുള്ള അസൂയ കൊണ്ടുകൊണ്ട് മറ്റു പലരും പല സംഘടനകൾ ഉണ്ടാക്കുകയും, എന്നാലല്ല ഈ മഴയത്ത് പൊങ്ങി വരുന്ന കൂണ് പോലെ അത് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഓരോ മാസവും ഓരോരോ വ്യത്യസ്തമായ പേരുകൾ പറഞ്ഞുകൊണ്ട് ഓരോ സംഘടനകൾ രൂപീകരിക്കുകയാണ്.